നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതമ്മേ, അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കാം. സത്യത്തിൽ നിലവറയിൽ ആരാ വിളക്ക് കൊളുത്തണ്ടേ? അതിനെന്താ സംശയം? നിലവറയിൽ വിളക്ക് വെക്കേണ്ടത് തറവാട്ടിലെ സീമന്തിനിയായ പെൺകുട്ടി തന്നെയായിരിക്കണം. അതായത് ഭർത്തൃമതി. എടാ, ആ ഉടമാളിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തി. കണ്ടെത്തിയോ? എവിടെ? എങ്ങനെ? അതൊക്കെ ഒരു സസ്പെൻസാ. സസ്പെൻസ് ഒന്നും എന്നോട് വേണ്ട. നീ കാര്യം പറഞ്ഞതിൽ. എടാ, തറവാട്ടിലെ നമ്മൾ ആരും ഇതുവരെ കാണാത്ത ഒരു ഉഗ്ര നിലവറയുണ്ട്. അവിടെയാ ആ വാളിരിക്കുന്നത്. എന്നാ പിന്നെ നീ ഒട്ടും താമസിക്കണ്ട. ആ നിലവറയ്ക്കകത്ത് കടന്ന് ആ വാളും എടുത്ത് ചെമ്പകമംഗലത്തിന് പുറത്തേക്ക് വാ. ഞാൻ വണ്ടിയായിട്ട് പുറത്ത് കാത്തു നിൽക്കാം. നീ എത്ര ഈസി ആയിട്ടത് പറഞ്ഞു കളഞ്ഞു. എടാ, വാളിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നേ ഞാൻ അറിഞ്ഞുള്ളൂ. വാളിരിക്കുന്ന സ്ഥലം അറിയില്ലേ? പിന്നെ അതിങ്ങടുത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി എന്താ പ്രശ്നം? നീ എന്തൊരു മരമണ്ടനാ. വാളിരിക്കുന്ന സ്ഥലം അറിഞ്ഞാ മാത്രം മതിയോ? നിലവറയില്ല വാള്. അതെടുക്കാൻ താക്കോല് വേണ്ടേ? ഓ, അത് ശരി. അപ്പൊ താക്കോൽ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ഇല്ല. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യ്. നീ തന്ത്രപൂർവ്വം എങ്ങനെയും ആ താക്കോൽ കണ്ടെത്താൻ നോക്ക്. എന്നിട്ട് എത്രയും വേഗം ആ വാളും എടുത്ത് പുറത്ത് കിടക്കാൻ നോക്ക്. പിന്നെ ആ വാള് കിട്ടിയാലുടനെ എന്നെ വിളിച്ച് പറയണം. ഞാൻ ചെമ്പകമംഗലത്തിന് പുറത്തെത്തിക്കോളാം. ഓക്കെ? ഓക്കെ. എനിക്ക് ആ ഉടവാള് മാത്രം. നിന്നെ ഇനി എനിക്ക് വേണ്ട. നിനക്കൊരു പനിഷ്മെന്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മുടെ ചെമ്പകമംഗലത്തെ ദേവമ്മയല്ലേ? ദേവമ്മ എന്താ ഇവിടെ? ഞാൻ ദേവമ്മയല്ല, വാര്യംപറമ്പിലെ കമലാക്ഷിയാ. ഇപ്പം നിനക്ക് മനസ്സിലായോടി? നിനക്ക് ഭ്രാന്തി പിടിച്ച വിവരം ഞാൻ അറിഞ്ഞില്ല. ദേവമ്മ, ക്ഷേത്ര നടയിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് കോട്ടലക്ഷ്യമല്ലേ? അതുകൊണ്ട് ഞാൻ മാറി നിന്ന് ഫോൺ ചെയ്തതാ. കോട്ടലക്ഷ്യോ? നീ ആർക്കടി ഫോൺ ചെയ്തത്? അത് അതെന്റെ ഒരു മാമി വെളപ്പശാലയിലുണ്ട്. അവരെ വിളിച്ചതാ. മാമിയോ? ആ, അച്ഛന്റെ പെങ്ങള്. നീ നാവനക്കുന്നത് ആഹാരം കഴിക്കാനും കള്ളത്തരം പറയാനുമാ. അത് കൃത്യമായിട്ട് എനിക്കറിയാം. ദൈവം വിചാരിച്ചാലും നിന്നെ തിരുത്താനൊന്നും പറ്റില്ല. ദേ, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളെ തകർക്കാനുള്ള എന്തെങ്കിലും ഗൂഢാലോചനയാണ് നീ നടത്തിയതെങ്കിൽ ഇനി നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. അങ്ങനങ്ങ് പേടിപ്പിക്കാതെ ദേവമ്മേ, ഞാൻ ഉള്ള സത്യം അങ്ങ് പറഞ്ഞില്ലേ. നിന്റെ സത്യം എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോടി? ഒരു വഴക്കിനാണോ ദേവമ്മയുടെ ഉദ്ദേശം? അതെ, ഇതൊരു അമ്പല പരിസരമായിപ്പോയി. ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അവിടെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ കാത്തിക്ക. നീ വാ. അതമ്മേ, അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കാം. സത്യത്തിൽ നിലവറയിൽ ആരാ വിളക്ക് കൊളുത്തണ്ടേ? അതിനെന്താ സംശയം? നിലവറയിൽ വിളക്ക് വെക്കേണ്ടത് തറവാട്ടിലെ സീമന്തിനിയായ പെൺകുട്ടി തന്നെയായിരിക്കണം. അതായത് ഭർത്തൃമതി. അങ്ങ് ശബരിമലയ്ക്കോ അപ്പുറത്ത് പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിക്കുന്ന ദിവസം അതേ സമയത്ത് ചെമ്പാമംഗലത്തെ നിലവറയിലും വിളക്ക് തെളിയണം. കുളിച്ചീറനായി വന്ന് എല്ലാ വിശുദ്ധികളോടും കൂടി തറവാട്ടിലെ ഒരു മാളികപ്പുറമായിരിക്കണം വിളക്ക് തെളിക്കേണ്ടത്. മുടങ്ങിക്കിടന്ന ചടങ്ങ. ഇനി നമുക്കത് തുടരണം. ഈ ചടങ്ങുകൾക്കെല്ലാം ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം നിനക്കറിയാലോ. അമ്മ, ഞാനതൊക്കെ അങ്ങ് മറന്നു. അത് മറക്കേണ്ടതല്ല മോളെ. എന്നും തലമുറകളായി ഓർത്തു വയ്ക്കേണ്ട ഈ തറവാടിന്റെ ചരിത്രമാണ്. ഞാനത് നിന്നോട് ഒരു പ്രാവശ്യം കൂടി പറയാം. നീ അത് മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കണം. ശരി അമ്മ. ആ
അതായത് തന്റെ വാസസ്ഥലം ശബരിമലയാക്കാൻ ധർമ്മശാസ്താവ് തീരുമാനിച്ചപ്പോ കിഴക്കേ മലയിൽ മകരവിളക്ക് തെളിയിക്കാൻ പിതാവായ ശ്രീപരമേശ്വരൻ ചുമതലപ്പെടുത്തിയത് തന്റെ ഭൂതഗണങ്ങളെ ആയിരുന്നു. ആദിവാസികളായി വേഷം മാറിയ ഭൂതഗണങ്ങളിൽ ഒരാൾ സർപ്പദംശനമേറ്റ് വീണ് വിളക്ക് കത്തിക്കാൻ പറ്റാതെ വന്നു. ആ സമയത്ത് ചെമ്പകമംഗലത്ത് നിന്ന് മാളികപ്പുറമായി പോയ ഒരു പെൺകുട്ടിക്ക് തുണയ്ക്കെത്തിയ ഒരമ്മ പൊന്നമ്പലമേട്ടിൽ വച്ച് ഇത് കാണാനിടയായി. ആ അമ്മ മരുന്നും ശുശ്രൂഷകളും നൽകി അയാളെ രക്ഷിച്ചെന്ന ഐതിഹ്യം. മകരവിളക്ക് കൃത്യസമയത്ത് തന്നെ തെളിഞ്ഞു. ഇതിൽ സന്തുഷ്ടനായ ധർമ്മശാസ്താവ് മകരജ്യോതിയുടെ ഐശ്വര്യത്തിന്റെ ഒരു ഭാഗം ചെമ്പകമംഗലത്തിന് അനുവദിച്ചു നൽകി. അന്ന് ആ ഭൂതഗണങ്ങളിൽ ഒരാളെ ദംശിച്ച ദുഷ്ടനായ പാമ്പിനെ ഈ നിലവറയ്ക്ക് കാവലാളാക്കി. അപ്പോ ഈ നിലവറയ്ക്ക് പാമ്പ് കാവലുണ്ടോ? ആ, കാവലുണ്ട്. പക്ഷേ ഭഗവാൻ നിയോഗിച്ച കാവൽക്കാരനല്ലേ, ശത്രുവല്ല. പക്ഷേ എന്താ അമ്മ? ഏതെങ്കിലും ഒരു മകരവിളക്ക് ദിവസം ചെമ്പകമംഗലത്തെ നിലവറയിലെ വിളക്ക് തെളിയാതിരുന്നാൽ ആ സർപ്പത്തിന്റെ സ്വഭാവം മാറും. നിലവറയ്ക്ക് കാവലാക്കിയതിന്റെ പ്രതികാരം ഉള്ളിലുണ്ട്. ആ കാരണം വെച്ച് തറവാട് മുച്ചൂട് മുടിച്ചു കളയും. അതിനുവേണ്ടി കാത്തിരിക്കുക ആ സർപ്പം. ഇങ്ങനെ ഒരു കാരണം ഉണ്ടായാലേ അതിന് തിരികെ പോകാൻ പറ്റൂ. പേടിച്ചു പോയത് മോളെ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. അഹിതമായത് സംഭവിച്ചാലേ സർപ്പത്തിന്റെ ഭാവം മാറും. തറവാടിന് ഐശ്വര്യം തിരിച്ചു കിട്ടണമെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ മുറ പോലെ കൃത്യമായിട്ട് ചെയ്തിരിക്കുകയും വേണം. അതിരിക്കട്ടെ, ഇന്ന് നിലവറയിൽ ആരാ അമ്മ വിളക്ക് തെളിയിക്കുന്നത്? ആ, അതൊക്കെ ഉണ്ട്. കുളിച്ച് ഈറൻ ചുറ്റിയ ആളിപ്പൊ ഇവിടെ എത്തും. അങ്ങനെ ഇന്ന് ഞാൻ കാത്തിരുന്ന ആ ദിവസം വരെ, ഈ മകരവിളക്ക് ദിവസം തന്നെ അവിടെ അയ്യപ്പ ജ്യോതി തെളിയുമ്പോ ഇവിടെ ഞാൻ ഉടവാളിന്റെ ജ്യോതി കാണും. ആ ഉടവാൾ അടിച്ചെടുക്കാനുള്ള എല്ലാ സഹായങ്ങളും മണ്ഡലവാസ അയ്യപ്പ അവിടുന്ന് ചെയ്തു തരണേ. അമ്മ ആരെയാ നിലവറയിലെ നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞയക്കുന്നത്? അമ്മയുടെ കാര്യോ? ആരാ അമ്മയുടെ മനസ്സിലുള്ളതെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.